രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗാവസ്ഥകളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഇതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ട് ഈശോയുടെ നാമത്തിൽ അവിടെ നിന്ന് നൽകിയ പൗരോഹിത്യത്തിൻ്റെ ഒരു ആധ്യാത്മികമായ ശുശ്രൂഷയുടെ ഭാഗമായി കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ചാണ് ധ്യാനകേന്ദ്രങ്ങളിലെ രോഗസൗഖ്യ പ്രാർത്ഥന നടക്കുന്നത്. സ്ത്രീകന്മാരെ ഈശോ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ ഏത് ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തെ ആശീർവദിക്കണം, അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം. ആദിമസഭയിലും അതുതന്നെയാണ് സഭ അനുവർത്തിച്ചത്. നിങ്ങളുടെ രോഗിയാകുമ്പോൾ സഭാപുരോഹിതനെ വിളിച്ചുകൊണ്ട് വരിക, അവർ വന്നവനെ സൈത്ത് പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന്. ഇപ്പം സൈത്ത് പൂശണത് ആദ്യകാലം മുതലുള്ള ദൈവികമായ നടപടിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായില്ലേ, അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ സൈത്ത് എൻ്റെ കയ്യെ തേച്ച് തന്ന് ഞാനത് കൊണ്ടുപോയി എൻ്റെ വയറിൽ പെരട്ടി. അപ്പോൾ സിസ്റ്റും അതുപോലെ ഫൈബ്രോയിഡുകളും അപ്രത്യക്ഷമായെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. വലിയ സാക്ഷ്യമാണ്. ഭരണീയം, തിരുവനന്തപുരം ഭരണീയത്തുള്ള ഒരു മോളുടെ സാക്ഷ്യമാണ്. അപ്പം അത് തന്നെയാണ് ഇന്ന് അടയാളങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും ആൾദൈവമോ സിദ്ധം കളിയോ ഒന്നുമില്ല. സുവിശേഷത്തിൽ കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനാണ് ഞങ്ങളെ ധ്യാനകേന്ദ്രങ്ങളിൽ നിങ്ങളെ ഒരുക്കുന്നത്. അതിനെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അത്തരത്തിലും ഹൃദയത്തിലും വിശുദ്ധി സൂക്ഷിക്കണം. അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് വചനങ്ങൾ നൽകുന്നത്. വചനാധിഷ്ഠിതമായി നിങ്ങൾ വിശുദ്ധീകരിച്ച് കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തു 2 കൊരിന്ത്യർ 1:20 പറയുന്നു, സകല വാഗ്ദാനങ്ങളുമാണ്, രോഗശാന്തി മാത്രമല്ല, സകല വാഗ്ദാനങ്ങളുമാണ് ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രാപിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പണാണ് ഉപയോഗിക്കുന്നത്. അത് മരിയൻ വെപ്പണാണ്. അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അടയാളങ്ങൾ നടക്കാൻ കാരണം. അതാണ് ലോകത്ത് എല്ലാ ദിവസവും സാക്ഷ്യം പറയണ ഒരേ ഒരു ധ്യാനകേന്ദ്രമാണ്. അതൊക്കെ മനസ്സിലായി. അതെന്താ കാര്യം? മരിയനായതുകൊണ്ടാണ്. മരിയൻ്റെ അങ്ങനൊരു ഗുണമുണ്ട്. ശരിക്കും മരിയൻ എന്താണെന്ന് നമുക്ക് ഇന്നും അച്ഛന് പിടിയിട്ടില്ല, എനിക്ക് പിടിയിട്ടില്ല. ഞാൻ സെമിനാരി ചേരുമ്പോൾ ഞങ്ങളുടെ സെമിനാരി പാർലറിൽ ഒരു ഭൂഗോളവും പിടിച്ചു നിൽക്കുന്ന മാതാവിൻ്റെ വലിയൊരു ഛായാഗ്രഹ ചിത്രമുണ്ടായി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെജീന മിഷനോരും എന്ന് വെച്ചാൽ ദ ക്വീൻ ഓഫ് മിഷൻസ്. ആത്മാക്കൾ യേശുവിനെ അറിയാത്തവരുടെ അറിയിക്കാൻ വേണ്ടിയുള്ള മിഷൻ്റെ രാജ്ഞിയാണ് അമ്മയെന്ന്. ഇപ്പം ആ രൂപം അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് പകരം മനുഷ്യൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് തോന്നി. എന്താ സംഭവിച്ചതെന്ന്. സെമിനാരിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ മിഷൻ പോയിട്ട് അതിന് പകരം പണ്ട് മരിച്ചുപോയ ഒരു ശുശ്രൂഷകൻ്റെയോ വേറെ ആരുടെയോ എനിക്കൊണ്ട് അവിടെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്ഥലത്ത്. എനിവേ ഭയങ്കര സങ്കടം തോന്നി അത് കണ്ടപ്പോഴേ. കാര്യം ഞാനത് കണ്ടാണ് വളർന്നു വന്നത്. ഇപ്പോൾ നോക്കി മാതാവിൻ്റെ നിൽക്കും റെജീന മിഷൻ ഒരു എന്താണ് മിഷൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി
അപേക്ഷിക്കണേ. അന്ന് ഞാൻ കുഞ്ഞുനാളിൽ പ്രാർത്ഥിച്ചാണ്, 1976-77 കാലഘട്ടം. ഇന്നവിടെ രൂപമില്ല. ഒരു രൂപമാണ്, പടമാണെന്നൊരു കാര്യമില്ല. ഞാൻ എന്താ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് ഓർത്തിരിക്കണത്? അതിൽ നിന്ന് എനിക്ക് ചൈതന്യം കയറ്റിയിട്ടാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ വിശുദ്ധമായ രൂപങ്ങൾ സൂക്ഷിക്കുകയും അവിടെയെല്ലാം വചനം എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും കാലത്ത് ആ വചനം ഒന്ന് തോണ്ടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പൗലോസിന് കിട്ടാഞ്ഞ തുറവിയാണ് ഫ്രാൻസിസ് സേവന് കിട്ടിയിരിക്കുന്നത്. എന്താ കാര്യം? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാൾക്ക് മാതാവിനെ അറിയാൻ പാടില്ലായിരുന്നു, മറ്റേ ആൾക്ക് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ലേ മറിയം ആരാണെന്ന്? എല്ലാം വാതിലും തുറന്നു നിൽക്കാൻ നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്ത് അമ്മയുടെ മാധ്യസ്ഥന് സമർപ്പിക്കപ്പെട്ടവരാണെന്നുള്ള ബോധത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രോഗങ്ങൾ, മുഴുവൻ ജീവിത തടസ്സങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ തുറന്നു കിട്ടാൻ വേണ്ടിയായി ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ നന്ദി. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ മാരക രോഗങ്ങള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചപ്പോഴേ പല സമയത്തും നിന്റെ തിരുമനസ് നിറവേറണമെങ്കിൽ ഞാൻ അരക്ഷിത അവസ്ഥ അങ്ങയുടെ നാമത്തിലെ മറിയത്തെ പോലെ നടക്കാത്ത കാര്യത്തിന് ചേരാത്ത കാര്യത്തിന് അങ്ങയുടെ തിരുസന്നിധിയിലെ മറിയത്തെ പോലെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ സംഗ്രഹിച്ചുകൊണ്ട് കൃപയാക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ജീവിക്കുമ്പോഴേ ഉടമ്പടി വെച്ച വിഷയങ്ങളിലെ സമയത്തും കാലത്തും അത്യാവശ്യ കാര്യങ്ങള് നടക്കാതെ വരുന്ന ആത്മീയ അവസ്ഥകള് മറിയത്തെ പോലെ അനുഗ്രഹത്താലല്ല ദൈവത്തിന്റെ ശക്തിയാൽ അറിയപ്പെടാൻ ബലഹീനമാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള മരിയൻ അവധാനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. നമ്മൾ ലൂക്ക 2:19 ലൂക്ക 2:52 ഈശോ അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണത്. സാഹചര്യവും അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണ് ലൂക്ക 2:19 മാനുഷിക അവസ്ഥകൾ അമ്മയ്ക്കെതിരെ നിൽക്കുന്നു. അതാണ് 2:19. എന്താണ്? ഇടയന്മാർ വരുമ്പോൾ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് അഡ്രസ്സും ഇല്ല ആരുപോലും ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു ആട്ടും കുഞ്ഞാട്ട് പ്രസവിച്ച് കിടക്കുന്ന യേശുവിനെ കാണുകയാണ് ഇടയന്മാർ. അപ്പോൾ നാട്ടുകാരിലെ ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇങ്ങനെ അവസ്ഥയിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ മറിയത്തെക്കുറിച്ച് പറയണം, അപ്പാ എന്നോടെന്താ അപ്പ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള എല്ലാ വകുപ്പും 1000 നാവ് വെച്ച് ചോദിക്കാം. പക്ഷെ ആ സമയത്ത് മാതാവ് എന്താ ചെയ്യണത്? ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആദ്യമേ പറയത്തില്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ചില സമയത്തെങ്കിലും പറയാനുള്ള കഴിവാണ് നമ്മുടെ ആധ്യാത്മിക കരുത്തെന്ന് പറയണത്. അധികം മരിയൻ കരുത്തിൻ്റെ ഭാഗമാണ്. മിണ്ടിയിലല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേരി അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് 2:19 പറയുമ്പോഴേ
മേരി ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പനെതിരെ നാക്കുപയോഗിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. പരാതിയില്ല, പരിഭവമില്ല, തർക്കിച്ചില്ല. അത് ഈശോ ചെയ്ത പോലെയാണ്. 53:7 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. കാര്യം എന്താണ്? അവൻ ദാസനായിരുന്നു. എൻ്റെ ദൈവവേദനെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഓർക്കുക, എന്നില്ലെങ്കിൽ നാളെ നിനക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകണമെങ്കിൽ ദാസനോ ദാസിയാകാതെ നിനക്കിവിടുന്ന് പിഴച്ചു പോകാൻ പറ്റത്തില്ല. ഇത് അംഗീകരിക്കുന്നതാണ് ആത്മീയ കരുത്ത്. കൈയിടിച്ച് കർത്താനത്തോടെ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു കാര്യത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്, ഒരു വിഷയത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ അത് അതുപോലെ നടക്കാം, ദാറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. ഒന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല, ദാറ്റ് ഈസ് ഗ്രേസ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇനി ഇങ്ങനെ ABCD പഠിച്ച് ഒരു തറാപ്പന ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞോ? വി മസ്റ്റ്, അതായത് ദ ചർച്ച് വാണ്ട് എ മച്ചുവർ വിറ്റ്നസ്. ഒരു വിശ്വാസിയായിട്ട് കാര്യമില്ല. വി ആർ സീക്കിംഗ് ആഫ്റ്റർ വിറ്റ്നസ്. ഒരു സാക്ഷിയാകണം. സാക്ഷിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. നടക്കാത്ത കാര്യങ്ങൾ, ഇഫ് യു ടേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് കർത്താവിൻ്റെ തിരുമനസ്സിന് അമ്മയെപ്പോലെ ദാസ്യതയോടെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃപയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയും. അത് നിത്യതയ്ക്കാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്. അനുദിന ജീവിതത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്. നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രേസ് ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, നടക്കാത്ത കാര്യങ്ങളോടുള്ള സുവിശേഷവിധമായ നിങ്ങളുടെ നിലപാടാണ്. കൈയിടിച്ച് കർത്താവ് ഇങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈഡ്രോകഫാലസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ തല വലുതാകും. ആ ഒരു കണ്ടീഷനാണ്. നമുക്കാർക്കും അഫോർഡ് ചെയ്യില്ലല്ലോ ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ. പക്ഷെ നല്ല ദൈവം അതിലിടപെട്ടു, പരിശുദ്ധ അമ്മ ഇടപെട്ടു. ഞാൻ 13/6/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓരോ പ്രാവശ്യവും സ്കാൻ ചെയ്യുമ്പോൾ ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല. എങ്കിലും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന തുടർന്നു. ഉടമ്പടി പ്രാർത്ഥന എല്ലാം അതിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ അനുവർത്തിച്ചു കൊണ്ട് പോന്നു. 35-ാമത്തെ ആഴ്ചയിൽ അത്ഭുതമെന്ന് പറയട്ടെ, ഈ കുഞ്ഞ് നോർമൽ. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് വെരി നോർമൽ, ഒരു കുഴപ്പമില്ല. അങ്ങനെ 35-ാമത്തെ ആഴ്ചയിൽ നമ്മൾ നന്ദി പറഞ്ഞ് ജപമാല എത്തിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാണ്. തിരിച്ചു വരുമ്പോൾ പക്ഷെ അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ മറ്റൊരു കണ്ടീഷനും കൂടി കുഞ്ഞിനുണ്ടായിരുന്നു. അത് വലിയ കോംപ്ലിക്കേഷൻ അല്ല, നമുക്ക് സിസേറിയൻ ചെയ്യാം. പക്ഷേ 4 പ്രഗ്നൻസിയും നോർമൽ ഡെലിവറി ആയ എൻ്റെ മകൾക്ക് നമ്മൾ 5-ാമത്തെയും നോർമൽ ഡെലിവറി ആണെന്നല്ലേ ആഗ്രഹിക്കുക. ഈ കുഞ്ഞിൻ്റെ തല മുകളിലും ബട്ടക്ക് താഴെയുമായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു, അഡ്വൈസ് ചെയ്തു, 36 വീക്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുക, അപ്പോൾ എക്സ്റ്റേണൽ റൊട്ടേഷൻ ചെയ്യാമെന്ന്. അതായത് കുഞ്ഞിനെ പുറത്തുനിന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട്, അങ്ങനെ കുഞ്ഞിൻ്റെ തല താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോൾ ഉടൻ തന്നെ സിസേറിയൻ ചെയ്യണം. അപ്പോൾ തിയേറ്റർ റെഡി, ടേബിൾ റെഡി, ഡോക്ടർ റെഡി, എവറിത്തിങ് ഈസ് റെഡി. അങ്ങനെയുള്ളൊരു കണ്ടീഷനായിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ജപമാലയിലൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ, അമ്മേ, ഡോക്ടറിൻ്റെ കൈ ഈ ശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് നീ കുഞ്ഞിനെ തിരിച്ചു തരണം കേട്ടോ. കുഞ്ഞിനെ
തല താഴേക്ക് ആക്കി തരണം കേട്ടോ എന്ന് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മകളെ തലേ ദിവസവും അവളെ നമ്മൾ പാൽപ്പേറ്റ് ചെയ്തതാണ്. നമ്മൾ എക്സ്റ്റേണൽ പാൽപ്പേഷൻ ചെയ്തതായിരുന്നു. കുഞ്ഞിൻ്റെ തല മുകളിൽ തന്നെയായിരുന്നു. അങ്ങനെ അവളെ ടേബിളിൽ കിടത്തി സിസ്റ്റർ ജെല്ല് തേച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞ് ആനിമേഷൻ പോലെ, അല്ലെങ്കിൽ അറബിക്കടൽ ഇളകി വരണ പോലെ ഈ കുഞ്ഞ് അവിടെ നിന്ന് കുതിച്ച് താഴേക്ക് വന്നു. ഡോക്ടറിൻ്റെ കൈ തൊടാനായിട്ട് ദൈവം സമ്മതിച്ചില്ല, പരിശുദ്ധ അമ്മ സമ്മതിച്ചില്ല. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി 13-ാം തീയതി സെപ്റ്റംബറിൽ അവൾ ദൈവകൃപയാൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 3 കിലോ 50 ഗ്രാമുള്ള കുഞ്ഞ്. തല നോർമൽ, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു, ഓഡിയോ ചെയ്തു, എല്ലാം ചെയ്തു. വെരി നോർമൽ ചൈൽഡ്, വെരി നോർമൽ ബേബി. ദൈവകൃപയാൽ ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തത് പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ജീവിതം മുഴുവനും പറഞ്ഞാൽ തീരല്ലാത്ത സാക്ഷ്യങ്ങളാണ് എനിക്കുള്ളത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പറയുകയാണെങ്കിൽ, വീണ്ടും ഇവിടെ നിന്ന് ഞാൻ പോണു. ഞാൻ ഒന്ന് പുറത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു. പെട്ടെന്നെന്ന് വെച്ചാൽ 1 വർഷം 8 മാസം. അതും അമ്മയുടെ ഇടപെടൽ കാരണം. ഉടൻ മരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷേ അമ്മ ഇടപെട്ടിട്ട് അമ്മ ആയുസ് കൊടുത്തു. 1 വർഷം 8 മാസം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. എന്നിട്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകണു. അപ്പോഴാണ് നമ്മളുടെ ബിൽഡിംഗ് ടാക്സ്, നമുക്ക് ഒത്തിരി ബിൽഡിംഗ് ടാക്സ് വന്നിരുന്നു. ലാസ്റ്റ് ഇയർ ഞങ്ങൾ 12,000 കൊടുത്തിരുന്ന അത് ഈ പ്രാവശ്യം 66,660 ആണ് നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നീ ഇടപെടണം കേട്ടോ. അങ്ങനെ പറഞ്ഞു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനാൽ അത് അവർ വീണ്ടും ഫയൽ ചെക്ക് ചെയ്തു. അങ്ങനെ അത് 10,000 ആക്കിയിട്ട് എനിക്ക് അമ്മ ചെയ്തു തന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി അനുഗ്രഹങ്ങളിൽ കൂടെ, ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ നടത്തുന്ന ഈ ജീവിതം വീണ്ടും ഓരോ നിമിഷവും നേരം പുലരാൻ കാത്തിരിക്കും. വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് കൂടി ആയിരിക്കാൻ ആ ഒരു അതിയായ ആഗ്രഹം, അത് നിലനിൽപ്പിൻ്റെ വരം തന്ന് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇപ്പോൾ അങ്ങനെയാണ് തുടർന്നു കൊണ്ട് പോകുന്നത്. ദൈവത്തിന് നന്ദി, ഈ ആലയത്തിന് നന്ദി, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിച്ച നല്ല ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നിഷ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2021 ഏപ്രിൽ 7-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ അൾത്താരയിൽ കയറി നിന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത് 4ാമത്തെ തവണയാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 29-ാം തീയതി അദ്ദേഹത്തിനൊരു പനി തുടങ്ങി. അതിനു മുൻപ് 2 ദിവസമായിട്ട് നോർമലായിട്ടുള്ള കോൾഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതത്ര കെയർ ചെയ്തില്ല. പക്ഷേ പനിയെന്ന് പറഞ്ഞാൽ ഒട്ടും കുറയാത്ത പനി. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഓണസമയം ആയതുകൊണ്ട് ഹോസ്പിറ്റലിലൊന്നും ജനറൽ ഫിസിഷ്യന്മാരുണ്ടായിരുന്നില്ല. അങ്ങനെ 3ാമത്തെ ദിവസം ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ജനറൽ ഫിസിഷ്യനെ കാണിച്ചു. പുള്ളി പറഞ്ഞു, ഇത് ഡങ്കി ആവാനാണ് സാധ്യത, നമുക്ക് ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാമെന്ന്. 1.5 മണിക്കൂറിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് വന്നു. ഡങ്കിയല്ല, അത് നെഗറ്റീവായിരുന്നു. അദ്ദേഹം തന്ന ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡിന് ഒട്ടും പനി കുറയണില്ല. പിറ്റേ ദിവസം പനി കുറച്ച് കുറഞ്ഞു. പക്ഷേ ചുമ എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊന്ന് കിടക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ചുമ. വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ ചെന്നു, സെയിം ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അലർജി ആയിരിക്കും. ഒരു അലർജിക്കൊരു ടാബ്ലറ്റ് എഴുതി തന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും സാധിക്കണില്ല. നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അമല ഹോസ്പിറ്റലിലെ അവിടെ പോയി കാഷ്വാലിറ്റിയിൽ കണ്ടപ്പോൾ അവിടെ ജൂനിയർ ഡോക്ടേഴ്സായിരുന്നു എല്ലാവരും. അപ്പോൾ
അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു ഇൻഫെക്ഷൻ കാണുന്നുണ്ട്, ഇനി നാളെ വന്ന് നിങ്ങൾ പൾമനോളജിയെ കണ്ടു നോക്കാൻ. നെക്സ്റ്റ് ഡേ പുലർച്ചെ തന്നെ ഹസ്ബൻഡിന് ഒരു കുറവുമില്ല, കിടക്കാൻ കഴിയണില്ല. ഞങ്ങൾ നെക്സ്റ്റ് ഡേ അമലയിൽ പുലർച്ചെ വന്നു, പൾമനോളജിയുടെ ടോക്കൺ എടുത്ത് കണ്ടു. സാർ എക്സ്റേ കണ്ട വശം തന്നെ പറഞ്ഞു ന്യൂമോണിയയാണ്, ലങ്സിൽ ഫ്ലൂയിഡ് ഉണ്ടെന്നു. ന്യൂമോണിയ എന്ന് കേട്ട വശം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വല്ലാത്തൊരു വിഷമായി. പക്ഷെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പരിശുദ്ധ അമ്മ എന്നെ കൈവിടില്ല എന്ന്. സാധാരണ കോവിഡിന് ശേഷം ന്യൂമോണിയ എന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു ഭയമുണ്ടാവും. അതേ ഭയം തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. അങ്ങനെ അവിടെ അഡ്മിഷനാക്കി, ആൻറ്റിബയോട്ടിക്സ് IV കയറ്റി തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പനി കുറച്ചൊന്ന് കുറഞ്ഞു, എങ്കിലും ഇടവേളകളിൽ പനിക്കുന്നുണ്ടായിരുന്നു. ചുമയ്ക്ക് ഒട്ടും കുറവില്ല. നെക്സ്റ്റ് ഡേ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ചുമ കുറയാത്ത കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു CT ചെയ്യാം. അങ്ങനെ CT ചെയ്തപ്പോൾ 2-3 സ്ഥലത്ത് പസ് ഉണ്ടായിരുന്നു. അതെല്ലാം വാഷ് ചെയ്തു, ബ്രോങ്കോസ്കോപ്പി ചെയ്ത് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു.